ഈ വർഷത്തെ MS സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ ബ്ലസ്സി അവർകളാണ്. ഈ വർഷത്തെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ ബ്ലസ്സി സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുപാട് ആദരവും സന്തോഷവും തോന്നുന്നു. ഒപ്പം അല്പം വേദനയും സങ്കടവുമുണ്ട്. കാരണം എനിക്ക് മുമ്പേ വന്ന രണ്ട് പ്രതിഭകൾ മനോഹരമായി നിങ്ങളോട് സംവേദിച്ചു അവരുടെ ഗാനങ്ങളിലൂടെ. എനിക്ക് തോന്നിയത് രണ്ടാം തവണയാണ് ഒരു സംഗീതം അഭ്യസിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ച രണ്ടാമത്തെ ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സംഭവം 2005 തന്മാത്ര എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം നടക്കുന്നു. അതിലെ മനോഹരങ്ങളായ പാട്ടുകൾ ശ്രീ മോഹൻ സിത്താര ചിട്ടപ്പെടുത്തിയപ്പോൾ അതിലെ അർജുന അഭിനയിച്ച മനു എന്ന കഥാപാത്രം അച്ഛനെയും അമ്മയെയും ഒക്കെ മുന്നിലിരുത്തി സ്കൂൾ കലോത്സവത്തിൽ വളരെ ഗംഭീരമായി പാടി തകർക്കുകയാണ്. കാലത്ത് ഷൂട്ട് ചെയ്യണം. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ സ്വരങ്ങളെല്ലാം മലയിടിഞ്ഞ് വീഴുന്നതിൻ്റെ തൊട്ട് എൻ്റെ തലയിലോട്ട് വരിക. എനിക്കൊരു തിരിച്ചറിവില്ല. ഈ ഷോട്ടുകൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, ഈ സ്വരങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ച് പാടിപ്പിക്കേണ്ടത്, അടുത്ത ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞുനാളിൽ സംഗീതം പഠിച്ചിട്ട് സിനിമയ്ക്ക് വന്നാൽ മതിയായിരുന്നു എന്ന്. അതേപോലെയാണ് അനൂപിൻ്റെയും ഒക്കെ മനോഹരമായ പാട്ടുകൾ കേട്ടപ്പോൾ ഞാൻ എന്തു പറഞ്ഞാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതെന്ന് ഞാൻ അല്പനേരം വിഷമിച്ചിരിക്കുകയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആടുജീവിതം സിനിമയ്ക്ക് ശേഷം ഉള്ള എൻ്റെ ഒരു രണ്ടാമത്തെ അവാർഡാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു അവാർഡ് ഞാൻ ഏറ്റുവാങ്ങാനായിട്ട് വരുന്നത്. അത് ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കുകയാണ്. എനിക്ക് ഈ സിനിമ വളരെയധികം ആഘോഷിക്കപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിലുള്ള നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. എനിക്ക് പുരസ്കാരം തന്നപ്പോൾ അല്ലെങ്കിൽ എന്നെ അറിയിച്ചപ്പോൾ അതിലൊരു നോട്ടുണ്ടായി. പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഒക്കെ വിഷ്വലൈസ് ചെയ്തതിനുള്ള പ്രത്യേകമായ ചില അനുമോദനം അല്ലെങ്കിൽ ബഹുമാനം എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് പ്രവാസത്തിൻ്റെ മാത്രം ജീവിതമല്ല, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമുണ്ട്. ആ ശ്രമത്തിന് വേണ്ടി നിരന്തരം പരാജയങ്ങളിലും നിരന്തരമുള്ള വീഴ്ചകളിലുമൊക്കെ തകരാതെ മുന്നോട്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആണ് മനുഷ്യൻ്റെ ഒരു പ്രതീക്ഷ, സ്വപ്നങ്ങൾ. അപ്പോൾ സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ പ്രാകൃതമായ ചില രൂപങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ നേരത്തെ ഇത്ര പ്രാകൃതനായിരുന്നില്ല, ഇത്രയും നരച്ചൊരു മനുഷ്യനുമായിരുന്നില്ല.
പക്ഷെ ജീവിതത്തിനോടുള്ള ഒരു പടപൊരുതലാണ് എനിക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് സംഭവിച്ചത്. അത് സിനിമയോടൊപ്പം എനിക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചതിൽ അനുഗ്രഹീതനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരമുള്ള ഒരു പുരസ്കാരത്തോട് ബഹുമാനത്തോട് ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.